ഹലോ ഗൈസ്, കോഡ് ബാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ QR കോഡ് ഇഷ്യൂ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായത് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഓരോ ടൈമിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാം, അതായത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുക, അതിനുശേഷം പിന്നെയുള്ള സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോഴൊന്നും ചോദിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ അത് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ 2 വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. കാരണം ആ ഒരു വീഡിയോസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 3ാമത്തെ വീഡിയോ ഉള്ളത്. അപ്പം ആ ഒരു കോഡും അതൊക്കെ ആയിരിക്കും നമ്മൾ ബേസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വാച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ VS കോഡിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത നമ്മളെ കോഡ് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ഈ സൊല്യൂഷൻ പറയുന്നതിന് മുമ്പായിട്ട്, ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്, അതായത് നമ്മൾ ഈ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തു പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. അതായത് നമ്മളിപ്പം നോർമലി നമ്മളിപ്പോൾ ഈ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ഒന്നും അല്ലാതെ നമ്മൾ ഒരു സാധാരണ നമ്മൾ ബ്രൗസർ എടുത്ത് നമ്മൾ വാട്സപ്പ് വെബ് ഓൺ ആക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഒറ്റ പ്രാവശ്യം സ്കാൻ ചെയ്യാറുള്ളൂ. നമ്മൾ സ്കാൻ ചെയ്ത് പിന്നെ നമ്മൾ വാട്സപ്പ് വെബ് ഓൺ ആക്കുമ്പോൾ നമ്മളെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പിന്നെ എപ്പോൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്യുന്ന ആ രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു എക്സെപ്ഷൻ വരുന്നത് നമ്മളിവിടെ മൊബൈലിൽ ലോഗ് ഔട്ട് ഫ്രം ഓൾ ഡിവൈസസ് അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലൊന്നുകൊണ്ട് ചെയ്യേണ്ടി വരും. അല്ലാത്ത എല്ലാ കേസിലും നമ്മൾ ഒറ്റ പ്രാവശ്യം നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാറുള്ളൂ. അത് നമ്മുടെ നോർമൽ കേസിൽ, സ്ക്രിപ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഓരോ പ്രാവശ്യം സ്ക്രിപ്റ്റ് റൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഈ നോർമൽ കേസിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബ്രൗസർ, നമ്മൾ ആദ്യത്തെ ടൈമിൽ നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രൗസർ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ബ്രൗസറിൻ്റെ പ്രൊഫൈലിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ലോഗിൻ ചെയ്ത കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ആ web.whatsapp പോകുമ്പോൾ ആ ബ്രൗസർ എന്ത് ചെയ്യും, നോക്കും. അതായത് ബ്രൗസർ എന്നല്ല, ബ്രൗസറിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, നോക്കുന്നതൊക്കെ വേറെ ആണ്. പക്ഷെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാധനം, ആ ഒരു പ്രൊഫൈൽ ഉണ്ടാവും. ആ പ്രൊഫൈൽ നോക്കും. അതിൽ ഇങ്ങനെ മുമ്പുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടോ, വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പൊക്കെ ചെയ്തതാണെങ്കിൽ, നമ്മളെ സെഷൻ ഇപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ലോഗിൻ ചെയ്യിപ്പിക്കും. നമ്മളെ QR കോഡ് വീണ്ടും സ്കാൻ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്ന ആ ബ്രൗസറിലെ പ്രൊഫൈലിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും റീയൂസ് ചെയ്യണം ആ സംഭവങ്ങൾ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നോർമൽ കേസിൽ. നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന പുതിയ ബ്രൗസറാണ്, പുതിയ ബ്രൗസർ സെഷനാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ റൺ ചെയ്യുമ്പോൾ നമ്മളെ ഫസ്റ്റ് ടൈം നമ്മൾ റൺ ചെയ്തു, QR കോഡൊക്കെ സ്കാൻ ചെയ്തു, നമ്മളെ മെസ്സേജൊക്കെ അയച്ചു, എന്നിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്തു. അത് ക്വിറ്റ് ചെയ്യുന്ന കൊടുക്കണേ നമ്മൾ ആ ഒരു സെഷൻ പോയി, പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞു, ആ സെഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ പുതിയ സെഷനാണ് വരുന്നത്. അതിൽ നമ്മൾ മുമ്പ് ലോഗിൻ ചെയ്തോ ഇല്ല ഒന്നും അറിയില്ല, ഒരു കാര്യങ്ങളും അറിയില്ല, ഫ്രഷ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, സ്കാൻ ചെയ്യേണ്ടി വരും. കാരണം അതിന് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീണ്ടും വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കേസിൽ ചെയ്ത ആ ഒരു എഫക്റ്റ് ഇവിടെ കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ QR കോഡ് എന്തൊക്കെ സ്കാൻ ചെയ്ത് ആ ഇൻഫർമേഷൻ നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കി വെക്കും ഒരു സ്ഥലത്ത്, എന്ന് വെച്ചാൽ ഒരു ഫോൾഡർ. അതിൽ നമ്മൾ ഈ വിവരങ്ങൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ടൈം നമ്മൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള സെഷൻ അല്ല ഓപ്പൺ ചെയ്യാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യും, ആ മുമ്പ് നമ്മൾ ഉപയോഗിച്ച, നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ആ പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ പറയും ആ സെഷൻ ഉപയോഗിച്ച്. അപ്പോൾ ആ സെഷനിൽ എന്തുണ്ട്, നമ്മൾ ലോഗിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയാനുള്ളത്. ഇത് കോഡിൽ ചെയ്യുമ്പോൾ 3-4 വരെയേ ഉള്ളൂ. ഞാൻ ലോജിക്ക് പറഞ്ഞു എന്നുള്ളത്, എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, config.py. ഓക്കെ, config.py ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് മാക് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ സംഭവങ്ങൾ ഇതിൻ്റെ GitHub റെപ്പോസിറ്ററിയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ 6 വാട്സപ്പ് ഓട്ടോമേഷൻ ന്യൂ QR കോഡ് എന്നുള്ള ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് config.py ഫയൽ കിട്ടും. അതിൽ ഈ പാത്തുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോൾഡർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള, ആ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഫോൾഡർ അത് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രോം പ്രൊഫൈൽ പാത്ത് എന്നുള്ളൊരു വേരിയബിൾ. ഓക്കെ, വേരിയബിൾ നിങ്ങൾക്ക് എന്ത് പേരിടാം, ഞാൻ ജസ്റ്റ് അതിന് കൊടുത്തു ക്രോം പ്രൊഫൈൽ പാത്ത് ഈക്വൾ ടു
ദെൻ ഡബിൾ കോട്ടോ സിംഗിൾ കോട്ടിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന പോലെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പോലെ എഴുതാം. ലൈക്ക് നിങ്ങൾക്ക് റെപ്പോസിറ്ററിയിൽ നിന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, യൂസർ ഡാറ്റ ഡയറക്ടറി ഓക്കെ ഈസ് ഈക്വൽ ടു നമ്മളൊരു പാത്ത് കൊടുക്കണം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്, ഏത് ഫോൾഡറിൽ നിന്നാണ് നമ്മൾ വീണ്ടും പ്രൊഫൈൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ആ പാത്ത് നമ്മൾ കൊടുക്കണം. അതാണ് യൂസർ ഡാറ്റ ഡയറക്ടറി എന്നുള്ള ആർഗ്യുമെൻ്റ്. ഓക്കെ, ഈക്വൽ ടു നമ്മളെന്ത് കൊടുക്കണം, ഈ പാത്ത് എന്ന് പറയുന്നത് ഇവിടെ മാക്കിനും വിൻഡോസിനൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ വിൻഡോസ് യൂസറാണ് ഈ ഒരു പാത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഈ സി എന്ന് പറയുന്ന പാത്ത് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ യൂസർ നെയിം കാണുന്ന അവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ ആക്ച്വൽ യൂസർ നെയിം എന്താണോ ആ യൂസർ നെയിം കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഇഷ്യൂ വരുന്നത് ഈ ബാക്ക് സ്ലാഷ് ആണ്. ബാക്ക് സ്ലാഷ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ക്യാരക്ടറാണ് പൈത്തണിൽ. അപ്പം ബാക്ക് സ്ലാഷ് കാണുന്നിടത്തൊക്കെ നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് സ്ലാഷിന് ശേഷമുള്ളതനുസരിച്ച് എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, നമുക്കത് ബാക്ക് സ്ലാഷ് ആയിട്ട് തന്നെ കാണണം. അപ്പോൾ ഒരു ബാക്ക് സ്ലാഷ് കൊണ്ട് ഇട്ട് കൊടുത്താൽ എസ്കേപ്പ് പോയി, അപ്പോൾ ഓർഡിനറി ഒരു സാധാരണ സ്ലാഷ് ആയി മാറി. ഓക്കെ, അപ്പോൾ ബാക്ക് സ്ലാഷ് കാണുന്നിടത്തൊക്കെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു ബാക്ക് സ്ലാഷ് കൊണ്ട് ഇടാൻ ശ്രദ്ധിക്കണം. എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ ഇടണം. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡിഫോൾട്ട്. ഈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫോൾട്ട് പാത്താണ്. അതായത് നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നുമില്ലാതെ നമ്മൾ നോർമലായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യൂലേ, അപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഫൈലാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട, അത് ഡിഫോൾട്ടായിട്ട് അവിടെ നടന്നോട്ടെ. നമ്മൾ പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിളിന് വാട്സപ്പ് എന്നുള്ള ഒരു ഫോൾഡർ, ഡിഫോൾട്ട് പറഞ്ഞ ഒരു ഫോൾഡറാണ്, എല്ലാവരും ഫോൾഡറാണ്, അതിൽ കുറേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വാട്സപ്പ് എന്നുള്ളൊരു ഫോൾഡറിലാണ് നമ്മളെ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഒരു പേര് കൊടുത്തു, WTSP പേരൊക്കെ നിങ്ങൾക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ പേര് കൊടുത്തു. ഇനി നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്ലാഷുകളും ഫില്ല് ചെയ്യണം, ബാക്ക് സ്ലാഷിലടുത്തൊക്കെ സ്ലാഷ് ഇടണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ നിൽക്കുന്നതിന് കാരണം നമ്മൾ ഇവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ ഒരു ഇഷ്യൂ വരുന്നില്ല, അതായത് മാക്കിൽ ഇഷ്യൂ വരുന്നില്ല എന്നല്ല, അവിടെ ഈ ഒരു സ്ലാഷ് വരുന്നില്ല, ബാക്ക് സ്ലാഷ് അല്ല ഫോർവേഡ് സ്ലാഷ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഡാറ്റ ഈക്വൽ ടു അവിടെ വെച്ചു, നമ്മൾ മാക്കിൻ്റെ നമ്മൾ ഈ ഒരു പാത്ത് ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർവേഡ് സ്ലാഷ് ആണ്, നമുക്ക് അത് എസ്കേപ്പ് അല്ല, ബാക്ക് അല്ല, അപ്പോൾ പ്രശ്നമല്ല. ബാക്കി പിന്നെ യൂസർ നെയിം നമ്മൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂസർ നെയിം മാറ്റി, അതുപോലെ ഇതൊക്കെ ഓക്കെയാണ്. ഡിഫോൾട്ട് മാറ്റി ഞാൻ എന്ത് ചെയ്തു, WTSP എന്നുള്ള ഒരു ഫോൾഡർ കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തു, ഞാനിത് സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, main.py വന്നു. ഇനി എനിക്കത് ഇമ്പോർട്ട് ചെയ്യണം, ആ ഒരു ഡയറക്ടറി, അതായത് ക്രോം പ്രൊഫൈൽ പാത്ത് എവിടെ എന്നുള്ളത്. അത് ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സിമ്പിളാണ്. ഫ്രം കോൺഫിഗ് എന്നാണ് നമ്മുടെ ഫയലിൻ്റെ പേര്, ഇമ്പോർട്ട് ക്രോം പ്രൊഫൈൽ പാത്ത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ഇനി വളരെ സിമ്പിളാണ്, 2-3 ലൈൻ കൊണ്ട് നമ്മൾ പരിപാടി തീരും. ഇനി ഞാൻ ഈ ബ്രൗസറിൻ്റെ ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ്, ഇതൊരു വേരിയബിളാണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്നും കൊടുക്കാം. ഓപ്ഷൻസ് ഈക്വൽ ടു വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം ഓപ്ഷൻസ്. ഓക്കെ, വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം ഓപ്ഷൻസ്, അതായത് ക്രോം ഓപ്ഷൻസ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അതിലൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം നമ്മൾ. ഇനി അതിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഓപ്ഷൻസ് ഡോട്ട് ആഡ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ആഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രോം പ്രൊഫൈൽ പാത്ത് ഉണ്ടല്ലോ, ഈ ആർഗ്യുമെൻ്റ് ഉദ്ദേശിക്കുന്നത് ഈ കീ വാല്യൂ പെയറാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇത് അവിടെ കൊടുക്കുക, അതായത് ഒന്നുമില്ല, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഏത് പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് അവിടെ കൊടുക്കുക. ഓക്കെ, അത് എവിടെ കൊടുക്കുക, ഇവിടെ ആഡ് ആർഗ്യുമെൻ്റ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ ആ ഒരു സാധനം കൊടുക്കുക. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്, ക്രോം പ്രൊഫൈൽ പാത്ത് ഉണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രൊഫൈലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി നമ്മളത് എവിടെ കൂടി യൂസ് ചെയ്യണം, നമ്മൾ ക്രോമിൻ്റെ ഇവിടെ സെഷൻ ഓപ്പൺ ആക്കുന്നുണ്ടല്ലോ, അവിടെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഓപ്ഷൻസ് ഈക്വൽ ടു ഈ ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് എന്നുള്ള കീവേഡ് ആർഗ്യുമെൻറ്റ് ഈക്വൽ ടു നമ്മളിവിടെ എന്താണോ പേര് കൊടുത്ത് ആ ഓപ്ഷൻസ് ഇവിടെ ഞാൻ കൊടുത്തു. അപ്പോൾ ഓപ്ഷൻസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് എന്നായിരിക്കും പേര്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് റൺ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് റൺ ചെയ്യാണ്. ഫസ്റ്റായിട്ടല്ലെങ്കിലും അങ്ങനെ അസ്യൂം ചെയ്യുക, അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ ഇതൊക്കെ എക്സിക്യൂട്ട് ആവും, ഈ സാധനങ്ങളൊക്കെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് WTSP എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും ഈ പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ഥലത്ത് വാട്സപ്പ് എന്നുള്ള പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിൽ കുറച്ച് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി അതിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, ഈ WTSPയിലുണ്ടാവും, ഞാൻ ലോഗ്ഡ് ഇൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ ഇതൊക്കെ സെറ്റാവും, നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വരും. പിന്നീട് നമ്മൾ എപ്പോഴും റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ക്രോം പ്രൊഫൈൽ പാത്ത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, റീയൂസ് ചെയ്യും.
അതായത് നമ്മൾ ഈ ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഫോൾഡർ ഓൾറെഡി ഉണ്ട്. ആ ഫോൾഡറിലുള്ള ഡാറ്റ ഇങ്ങനെ റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നീടുള്ള ഓരോ സെഷനിലും. അപ്പം നമ്മൾ വീണ്ടും നമ്മളോട് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. അതായത് നമ്മൾ ഫ്രഷ് സെഷൻ അല്ല ഉണ്ടാവുക. ഈ ഒരു ഇവിടെ സ്റ്റോർ ചെയ്ത എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വേറെ സൈറ്റിൽ ലോഗിൻ ചെയ്തുക്കണം അതും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലിങ്ക്ഡിനിൽ ലോഗിൻ ചെയ്തുക്കണം. ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ലിങ്ക്ഡിൻ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ലോഗിൻ ആവും. എക്സെപ്റ്റ് ആ സെഷൻ ക്ലോസ് ആകുന്ന അതൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ റെഗുലർ എങ്ങനെയാണ് ഒരു ബ്രൗസറിൽ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പൈത്തൺ 3 main.py groups.txt ഞാൻ ഇമേജ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഞാനത് കയറി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മൾ ബ്രൗസർ വന്നു, web.whatsapp പോയി. ഫസ്റ്റ് ടൈം എനിക്ക് സ്കാൻ ചെയ്യണം. നമ്മൾ നോർമൽ ബ്രൗസറിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് സ്കാൻ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഈ കാണുന്നതൊന്നും നോക്കണ്ട, കാരണം നമ്മൾ ഗ്രൂപ്പ് നെയിമും ഇതൊന്നും കറക്റ്റായിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഇതൊന്നും കറക്റ്റായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇനി ആണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വാട്സപ്പ് എന്നുള്ള ഒരു ഡയറക്ടറി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മളിപ്പോൾ ഈ കയറി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ വാട്സപ്പ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം എന്ത് ചെയ്യായിരിക്കും, റീയൂസ് ചെയ്യായിരിക്കും ചെയ്യാം. ഓക്കെ, അവിടെയുള്ള പ്രൊഫൈലും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവാലിഡ് ആർഗ്യുമെൻ്റ്. അതെന്താ വെച്ചാൽ നമ്മൾ വീണ്ടും നേരത്തെ നമ്മൾ ബ്രൗസർ ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മൾ യൂസ് ചെയ്തിരുന്ന ബ്രൗസർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ലൈക്ക് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ വാട്സപ്പിൽ നേരത്തെ മുമ്പത്തെ സെഷനിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ഡയറക്ടറി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി റൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ web.whatsapp നമ്മൾ നേരെ ലോഗിൻ ആയി. ഓക്കെ, അപ്പോൾ ഇത് ഇനി എപ്പോഴാണെങ്കിലും ഇത് തന്നെയാണ് കേസ്. എക്സെപ്റ്റ് നമ്മൾ മൊബൈലിൽ നിന്ന് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഇനി QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓപ്പണായി നേരിട്ട് എൻട്രി ആണ്, നമുക്ക് QR കോഡ് സ്കാനിങ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓവറോൾ ലേഔട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ അല്ലെങ്കിൽ എറേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലിടുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ GitHubൻ്റെ റെപ്പോസിറ്ററിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അതൊന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുപോലെ അതിൽ ഒരു സ്റ്റാർ ഇടാൻ മറക്കരുത്. ദെൻ അത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.